അവനെ പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നാലും നമ്മളുടെ മക്കളെ ഹാഫിളാവണം, അതൊക്കെ കാണാനൊരു ആഗ്രഹമാടോ. ഹാഫിളായ എന്താ ചങ്ങാതി, 40 പേരെ അവന്മാർ കൊണ്ടുപോകില്ലേ? അതാ ചിന്തിക്കണ്ടേ. എടാ, ഒരു മകൻ ഹാഫിളായാൽ അവന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമല്ലോ. അതുപോലെ ഒരു കുടുംബത്തിൽ ഒരാൾ പോലെ, ഒരു വീട്ടിൽ ഒരാൾ പോലെ. എൻ്റെ മോൻ സിനാൻ ഹാഫിളായ അവൻ കൊണ്ടുപോലെ ഞങ്ങളൊക്കെ. അപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താ, നമ്മുടെ കുടുംബത്തിലൊരു ഹാഫിള് വേണം. ഉസ്താദ് മോനാകണമെന്നില്ലല്ലോ, വല്ലവൻ്റെ മോനെ എങ്കിലും എടുത്ത് വളർത്തുമ്മ. ഇവിടെ പഠിക്കുന്ന ഒരു മോനെ നീയല്ലേ ഒരു വർഷം ഭക്ഷണം കൊടുത്തത്? ഒരു വർഷം അവൻ പഠിക്കുന്ന കാലത്ത് ഭക്ഷണം കൊടുത്തു. 39 പേരെ അവൻ വീട്ടിൽ നിന്ന് എടുത്തോട്ടെ. നിന്നെ അവൻ മറക്കുവോ? നിങ്ങളെ അവൻ മറന്നുവോ? എടാ, കള്ളും കഞ്ചാവും തമ്മിലടിയും. പടച്ചവന് ഓരോ മക്കളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടാ? വാപ്പ തന്നെ അവനെ കാണുമ്പോൾ സങ്കടം, അല്ല ഇവനെന്ത് ഇങ്ങനെ ആയിപ്പോയെന്ന്. ഇന്ന് നമ്മൾ വളർത്തുന്ന മക്കളെ കാണുമ്പോൾ ഉപ്പായിക്ക് തന്നെ സങ്കടം, ഉമ്മായിക്ക് തന്നെ പറഞ്ഞ അനുസരിക്കത്തിലൂടെ. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഉമ്മാനെ ചീത്ത വിളിക്കും, വാപ്പാനെ തല്ലാൻ പോകും. ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നു. വല്ല ഉപകാരമുണ്ടോ? കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോയി. പക്ഷെ ഈ മക്കൾക്ക് നീ ആഹാരം കൊടുത്താൽ ആ 39 പേര് 40 പേരിൽ ഒരാൾ നീയാ ഉമ്മ, നീയാ ഉപ്പ. ഓൻ ഖുർആൻ പഠിച്ചവനല്ലേ. ഖുർആൻ എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഓതാൻ പറ്റുമോ? ഇല്ല. കാരണം അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക്. ഞാൻ കഴിഞ്ഞ ഈ വെള്ളിയാഴ്ചയും എൻ്റെ പള്ളിയിൽ ഒരു ഹിഫ്ള് കോളേജ് കുട്ടികളുണ്ട് പഠിക്കുന്നത്. അപ്പോൾ കുരുത്തക്കേട് കാണിക്കും. ഡോറൊക്കെ ചാരിയിട്ട് ഹൗലി ചാടും. ഒന്നു കൊടുക്കുന്ന ഹൗലിലൊക്കെ ചാടുമാർ. ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, സ്പീഡ് കുറച്ചിട്ടിട്ട് അതിൻ്റെ ഇടയിലൂടെ ഫുട്ബോൾ അടിക്കുക. ഫാനിൻ്റെ ലീഫിൽ കൊള്ളാതെ ഇടയിലൂടെ. അത്രയ്ക്കും കുരുത്തക്കേട്. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര കുരുത്തക്കേട് കാണിച്ചാലും ആ മക്കൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടവരല്ലേ. നമുക്ക് ഭാഗ്യമുണ്ടോ ഖുർആൻ പഠിക്കാൻ? നമുക്ക് ഖുർആൻ ഓതാൻ ഭാഗ്യമുണ്ടോ? എടോ, ഖുർആൻ പഠിക്കാനുള്ള ഒരു ഭാഗ്യം അള്ളാഹ് ഒരു മുത്തഅല്ലിമിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ എത്ര വലിയ ഭാഗ്യവാനാ സഹോദര. എടാ, നമ്മുടെ കൂടെ ഒരു ശൈത്താനേ ഉള്ളെങ്കിൽ ഈ ഖുർആൻ പഠിക്കുന്നവൻ്റെ കൂടെ 10 ശൈത്താൻ നടക്കുക അവനെ പിഴപ്പിക്കാൻ. അപ്പം അവനെ നമ്മൾ എത്ര പരിഗണിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തെരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 22 മക്കളുണ്ട്. അതിൽ 5 പേരെ ഏറ്റെടുത്തു.